ഓണം ബമ്പർ 25 കോടി അടിച്ച ഭാഗ്യവാൻ എറണാകുളം നെട്ടൂർ സ്വദേശിയാണ് എന്നുള്ള വലിയ സൂചനകളൊക്കെ വരുന്നുണ്ട്. സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഉടമ ആ ടിക്കറ്റ് തന്റെ സുഹൃത്തിനെ കാണിച്ചു എന്നാണ് കുറച്ചു നേരം മുൻപേ ലോട്ടറി ഏജന്റായ ലതീഷ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഭാഗ്യവാന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തനിക്കറിയില്ല എന്നുകൂടി ലതീഷ് പറയുന്നുണ്ട്. ഒരു നെട്ടൂരുകാരനാണെന്നും പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞത് അയാൾ നെട്ടൂരുകാരനാണ്. നെട്ടൂരുകാരനെ അടിച്ചതിനുള്ള സന്തോഷം നമ്മളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നെട്ടൂരുകാരൻ തന്നെയാണ്. പുള്ളിക്ക് താല്പര്യമില്ല, അതാണ് കാര്യം. ഇല്ല, പുള്ളി സ്ഥിരമായിട്ട് എടുക്കുന്നില്ല. ഓണം മെമ്പർ സ്പെഷ്യലായിട്ടൊരു ടിക്കറ്റ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കാണിച്ചില്ല, പുള്ളിനെ കാണിച്ചു വാട്സപ്പിൽ രാത്രി 12 മണിക്ക് കാണിച്ചു കൊടുത്തു. കാണിച്ചു. അത് വിശ്വസിക്കാവുന്ന ആളാണ്. ആൾക്ക് പേര് പറഞ്ഞപ്പോൾ ആൾക്ക് ആളെ അറിയുകയും ചെയ്യാം. എന്നോട് പേര് പോലും പറഞ്ഞില്ല ആളുടെ. ഇന്ന് നീ പറയണ്ട എന്ന് പറഞ്ഞു, ആളെയും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. റിയ ബേബിയാണ് നമ്മുടെ കൂടെയുള്ളത്. റിയ, ഇപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. നെട്ടൂരുള്ള ആളാണ് എന്ന് ലതീഷ് ഉറപ്പിക്കുന്നുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാമല്ലേ? അതെ, ആ സസ്പെൻസ് ഇങ്ങനെ തുടരുകയാണ് പൂജ. എന്തായാലും എന്താ ഈ ലോട്ടറി തട്ടിൽ ഇവിടെയാണ് ഈ സമ്മാനാർഹമായ ലോട്ടറി വെച്ചിരുന്നതെന്ന് ഇന്നലെ മുതൽ ലതീഷ് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത ആളുകളുടെ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പരിശോധിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ ചില സൂചനകളുണ്ട്. അതാണ് ഇവിടെയുള്ള സകല ആളുകളും ഈ ഭാഗ്യം നെട്ടൂര് വിട്ടു പോയിട്ടില്ല. ഭാഗ്യവാൻ 25 കോടിയുടെ ബമ്പർ അടിച്ച ഭാഗ്യവാൻ ഞങ്ങളുടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം ഇന്നിപ്പോൾ ലതീഷ് ഏട്ടൻ്റെ സുഹൃത്താണ് വിളിച്ചറിയിച്ചത്. ഇന്നലെ രാത്രി 12 മണിക്ക് ആ ബമ്പർ ടിക്കറ്റ് കയ്യിലുള്ള 25 കോടിയുടെ ടിക്കറ്റ് കയ്യിലുള്ളയാൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ലതീഷ് ഏട്ടൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. തൻ്റെ പേര് വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തനിക്കാണ് ടിക്കറ്റ് അടിച്ചത്, നാളെ ബാങ്കിലെത്തി ടിക്കറ്റ് കൈമാറുമെന്ന വിവരമാണ് കടയുടമയായ ലതീഷ് ഏട്ടനെ ഈ സുഹൃത്ത് വഴി അറിയിച്ചിരിക്കുന്നത്. പേര് പറയാൻ അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ലതീഷ് ഏട്ടൻ ആ പേര് വെളിപ്പെടുത്തിയിട്ടുമില്ല. അതൊരു സീക്രട്ടായി തുടരുകയാണ്. നെട്ടൂർ സ്വദേശിയല്ല, നെട്ടൂർ താമസിക്കുന്ന ഒരാളാണ് എന്നതാണ് ലതീഷ് ഏട്ടൻ പറയുന്നത്. എന്തായാലും ആ ഭാഗ്യവാൻ അതൊരു രഹസ്യമായി സൂക്ഷിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം ഈ ലോട്ടറി അടിച്ച ശേഷം പണം കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊല്ലാപ്പും ചുറ്റലുമൊക്കെ നമ്മൾ പല ആളുകളുടെ അനുഭവത്തിൽ നിന്ന് കണ്ടതാണ്. പക്ഷെ നെട്ടൂര് വ്യത്യസ്തമായ അനുഭവം മുമ്പുണ്ടായിരുന്നു. ഇതുപോലൊരു ബമ്പർ അടിച്ച ജയബാലൻ ചേട്ടൻ അത് രഹസ്യമായി വെച്ചു. പിന്നീട് ആ പണം കിട്ടിയപ്പോൾ അത് കൃത്യമായി തന്നെ വിനിയോഗിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് താനാണ് ആ ബമ്പർ അടിച്ച ആളെന്നൊക്കെ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും പല താല്പര്യമാണ്. എന്തായാലും ആ ഭാഗ്യവാനെ വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നമുക്ക് ആ ടിക്കറ്റുമായി അയാൾ ബാങ്കിലെത്തുമ്പോൾ അറിയാൻ കഴിയും. അല്ലെങ്കിൽ അതൊരു സീക്രട്ടായി തന്നെ തുടരുമെന്നാണ് ലതീഷ് ഏട്ടൻ പറയുന്നത്. എന്തായാലും ആ ഭാഗ്യം ആ 25 കോടി നെട്ടൂര് വിട്ടു പോയിട്ടില്ല എന്നൊരു കാര്യമാണ് ലതീഷ് ഏട്ടൻ ഇന്ന് രാവിലെ വെളിപ്പെടുത്തിയത്. എന്തായാലും പൂജ, ഇന്നലെ ഇതിനൊരു വലിയ കൗതുകമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത 4 പേരുടെ ദൃശ്യങ്ങളൊക്കെ CCTV വഴി നോക്കി. അതിൽ കുറച്ച് ആളുകളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ തങ്ങൾക്കെടുത്ത ടിക്കറ്റിന് അടിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശ ചിത്രം ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നെട്ടൂര് തന്നെയാണ്. അപ്പോൾ നെട്ടൂര് വിട്ട് ബമ്പർ സമ്മാനം പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ആള് മുന്നിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.